ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്കൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈഡ് ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ യൂസ് ചെയ്യുമല്ലോ. ഇതിലിപ്പോൾ നമ്മളതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഗ്രീൻ മസാലയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് 3 ആവോലി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വരഞ്ഞും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ചെറുനാരങ്ങ നീര് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ചെറുനാരങ്ങയുടെ പകുതി പോർഷൻ എടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം ഒരു പുളിയൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് നമുക്ക് ഈ ഫിഷിൽ 2 സൈഡും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഈ വരഞ്ഞ ഭാഗത്തൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പരത്താനുള്ള ഗ്രീൻ മസാല എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നും കൂടി നോക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്. പുതിനയില 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതായത് എത്രത്തോളമാണോ നിങ്ങൾ മല്ലിയില എടുക്കുന്നത് അതിൻ്റെ ഹാഫ് പുതിനയില എടുക്കാനായിട്ട് ശ്രദ്ധിക്കും. 8 ചെറുള്ളി എടുത്തിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില, തേങ്ങ 1/4 കപ്പ്, നാടൻ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഇട്ടത്. ഇനി ഇതെല്ലാം നമുക്ക് മിക്സി ജാറിൽ ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 10 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാനും മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 3/4 ടീസ്പൂൺ ചെറുജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള കുരുമുളക് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയോട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് നല്ലതുപോലെ മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതിപ്പോൾ മീനിൻ്റെ 2 സൈഡും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. ഉപ്പൊക്കെ നോക്കണം ഈ ടൈമിൽ. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അരപ്പ് റെഡിയാക്കിയപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ഞാൻ മീനിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതോടെ നമുക്ക് മീനിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഏകദേശം ഞാനിതൊരു 1/2 to 3/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 1/2 മണിക്കൂറൊക്കെ തന്നെ മതിയാവും കേട്ടോ. ഞാനപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഫ്രിഡ്ജിലാണ് കേട്ടോ, ഫ്രീസറിലല്ല. ഏകദേശം 3/4 മണിക്കൂറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാലയ്ക്ക് മീനിൽ നന്നായിട്ട് കവർ ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് മീൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് നമ്മൾ മീനൂടെ വെച്ച് കൊടുക്കുന്നത്. ഇതപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് 2 വശവും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് തിരിച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫിഷിൻ്റെ 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഏത് മീനിൽ വേണമെങ്കിലും ഈ ഒരു മസാല ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഫിഷ് ഫ്രൈയിലേക്ക് കുറച്ച് ലെമൺ ഒന്ന് പിഴിഞ്ഞൊഴിക്കുക. അതുപോലെ തന്നെ കുറച്ച് ഓണിയൻ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഫിഷ് കഴിക്കുമ്പോൾ ചെറിയൊരു പുളിപ്പും അതുപോലെ തന്നെ ഈ ഓണിയനും കൂടെ കഴിക്കുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.